ഹലോ മൈ ചങ്ക്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിനകത്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും 5 ടിപ്സ് ആണ് നിങ്ങൾക്ക് എല്ലാ പരീക്ഷകൾക്കും കാണാൻ പറ്റുന്നതും. ഒന്നുകിൽ അത് സെന്റൻസ് കറക്ഷനകത്ത് വരാം, അല്ലെങ്കിൽ കൺകോർഡിനകത്ത് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ സെന്റൻസ് കറക്ഷൻ ഒക്കെ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇതൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂസ്, സ്പോർട്സ്, ബിസിനസ്, അത്ലറ്റിക്സ്, പോയട്രി, ഇൻഫർമേഷൻ, ഫർണിച്ചർ, വാട്ടർ, ഫുഡ്, ക്ലോത്തിങ്, ലഗേജ്, ട്രാഫിക്, സ്റ്റേഷനറി, ഹെയർ, സീനറി, പ്രോഗ്രാം. എന്തൊക്കെയാണ് വാക്കുകളൊന്നും നമ്മൾ പഠിച്ചു വെക്കണം. കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? ന്യൂസും ചോദിക്കാറുണ്ട്, ഫർണിച്ചർ, സീനറി, സ്റ്റേഷനറി. ആ 3-4 വാക്കുകളാണ് PSC സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളോടൊപ്പം എന്താണ്, അല്ലെങ്കിൽ സിംഗുലർ നൗൺസ് ആണ്. അപ്പം നമ്മൾക്ക് ന്യൂസിന്റെ കൂടെ ആറാണോ ഈസ് ആണോ എന്ന് ചേർക്കുമ്പോൾ എന്താണ്, ഈസ് ആയിരിക്കും വരുന്നത്. ഫർണിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന സിംഗുലർ നൗണിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ അതെല്ലാം എന്താണ്, അതിനോടൊപ്പം തന്നെ എന്തു മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹീയുടെ കൂടെ നമ്മൾ ഈസ് ചേർക്കുന്നത് പോലെ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അതിനെ സിംഗുലർ നൗണായിട്ട് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ എന്താണ്, സിംഗുലർ വെർബ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ വേർഡ്സുകൾ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ന്യൂസ്, സ്പോർട്സ്, ബിസിനസ്, അത്ലറ്റിക്സ്, പോയട്രി, ഇൻഫർമേഷനും പിന്നെ അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നു. ഇൻഫർമേഷനോട് ഓർത്ത് വെച്ചേക്കണം. ഇൻഫർമേഷനും പ്രോഗ്രാം. ഓക്കെ, എന്തൊക്കെയാണ്? ഇൻഫർമേഷൻ, പ്രോഗ്രാം, സ്പോർട്സ്, ബിസിനസ്, അത്ലറ്റിക്സ്, പോയട്രി, വാട്ടർ, ഫുഡ്, ക്ലോത്തിങ്, ലഗേജ്, ട്രാഫിക്, ഹെയർ, പ്രോഗ്രാം എന്നിവയെല്ലാം സിംഗുലർ നൗൺസ് ആണ്. അത് എന്താണ്, അതിന്റെ കൂടെ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ ന്യൂസ്, ഫർണിച്ചർ, വാട്ടർ, ഫുഡ്, ക്ലോത്തിങ്, ലഗേജ്, ട്രാഫിക്, സ്റ്റേഷനറി, ഹെയർ, സീനറി, പ്രോഗ്രാം എല്ലാത്തിൻ്റെയും കൂടെയും എന്താണ്, സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. അത് നോക്കിക്കേ. അപ്പം നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ ദ ഇൻഫർമേഷൻ ഗിവൺ ബൈ ദം ഡാഷ് റോങ് എന്ന് പറയുമ്പം എന്താണ്, വാസ് റോങ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കണം, സിംഗുലർ ആയിട്ടുള്ള വെർബ് വെച്ചിട്ടായിരിക്കണം പറയുന്നത്. മനസ്സിലാവുന്നോ? അതായത് ഇവിടെ ഇൻഫോർമേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് എന്താണ്, അവിടുത്തെ സിംഗുലർ ആയിട്ടുള്ള വാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ദ ന്യൂസ് ഡാഷ് അറ്റ് 10 PM. അത് നമ്മൾക്ക് സ്റ്റാർട്ട്സ് എന്നോ എൻഡ് എന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾക്ക് പറയുന്നത് പോലെ എന്തു കൊടുക്കണം, സിംഗുലർ. നമ്മൾക്ക് ഹി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഹി സ്വിംസ് വെൽ എന്ന് പറയുന്നത് പോലെ, അല്ലെ ഹി ഡാൻസസ് വെൽ എന്ന് പറയുന്നത് പോലെ. അതായത് ഹി എന്ന് പറഞ്ഞിരിക്കുന്നത് സിംഗുലർ ആണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ SO ഉപയോഗിക്കുന്നത് പോലെ ന്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നതും എന്തു തന്നെയാണ്, സിംഗുലർ ആണ്. അപ്പൊ അതിനോടൊപ്പം ഏതേ ചേരത്തുള്ളൂ, സ്റ്റാർട്ട് കാണും, സ്റ്റാർട്ട്സ് കാണും. അങ്ങനെ പറയുമ്പം എന്തു വേണം, SOS ഉള്ള ഫോർമാറ്റിൽ ചേർക്കണം. ഒന്നുകിൽ ഈസ്, വാസ് പോലെയൊക്കെയുള്ള ഓപ്ഷൻസ് ആ ഒരു ഫോർമാറ്റിലാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ആ ടൈപ്പ് എഴുതണം. അതായത് ഇൻഫർമേഷനും ന്യൂസും ബിസിനസ്സിലും ഒക്കെയാണ് വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാം എന്താണ്, സിംഗുലർ നൗൺസിന് ഉദാഹരണങ്ങളാണ്. സിംഗുലർ നൗണിനോടൊപ്പം സിംഗുലർ വെർബ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തുള്ളൂ. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പ്ലൂറൽ ആണെന്ന് വിചാരിക്കും. അതാണ് പ്രോബ്ലം വരുന്നത്. അപ്പം ഈ ഒരു വേർഡുകൾ പഠിച്ചു വെക്കണം. അപ്പൊ അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ എന്തായിട്ടാണ് വരേണ്ടത്, സിംഗുലർ വെർബായിട്ടാണ് വരേണ്ടത്. ഫർണിച്ചർ, ദ ഫർണിച്ചർ ഡാഷ് ബോട്ട്. എന്താണ്, ഈസ് ബോട്ട് ബൈ ഹിം എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അവിടെ എന്ത് വരണം, സിംഗുലർ ആയിട്ടുള്ള ഫോം വന്നു. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഇത്രയും വേർഡ്സ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. അതെല്ലാം സിംഗുലർ നൗൺസിന് ഉദാഹരണം ആണ്. അതെല്ലാം എന്താണ്, അതിനെ തുടർന്ന് വരുന്ന വെർബ് എന്ന് പറഞ്ഞത് സിംഗുലർ വെർബാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ന്യൂസ് ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ട് ആ എക്സാമ്പിൾസ് അവിടെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ട്രിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എയ്തർ ഓർ വന്നാലും നെയ്തർ നോർ വന്നാലും, ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ OMR ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. എയ്തർ ഓർ ചോദിച്ചാലും നെയ്തർ നോർ വെച്ച് ചോദിച്ചാലും ബോത്ത് ആൻഡ് ചോദിച്ചു കഴിഞ്ഞാലും നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പൊ ഈ 4 ഫോർമാറ്റ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് തുടർന്ന് വരുന്ന വെർബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിച്ച് വേണം.
അപ്പം എന്താണ് എയ്തർ ഓറോ, നൈദർ നോറോ, ബോത്ത് ആൻഡോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോയോ ഒക്കെ ചേർത്ത് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിനെ അല്ല. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾക്ക് എന്താണ് രണ്ട് കണക്ട് ചെയ്ത് സംഭവങ്ങളാണ്. എയ്തർ ഹി ഓർ എന്നൊക്കെ പറഞ്ഞിട്ട് എയ്തർ ഹി ഓർ ഹിസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് രണ്ടാമത്തെ ഓറിന് ശേഷം വരുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് വേണം തുടർന്ന് വരുന്ന വെർബ് ഡിസൈഡ് ചെയ്യാൻ. ഇവിടെ സിംഗുലർ ആണ് എങ്കിൽ നമ്മുടെ വെർബ് സിംഗുലർ ആയിട്ടുള്ള ഈസോ, വാസോ അങ്ങനെയുള്ള ഫോമിൽ വരണം. ഇവിടെ പ്ലൂറൽ ആണ് എങ്കിൽ നമ്മൾക്ക് വരുന്ന വെർബ് ആർ, വെയർ, ഹാവ് അങ്ങനെയുള്ള പ്ലൂറൽ ഫോർമാറ്റിലുള്ള വെർബ്സ് ആയിരിക്കണം. ഒന്നുകൂടെ പറയാം, എയ്തർ ഓറോ, നൈദർ നോറോ, ബോത്ത് ആൻഡോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോയോ ആണ് നമ്മളുടെ ക്വസ്റ്റിനകത്ത് കൺകോഡ് ആയിട്ട് വരുന്നത്. അത് രണ്ട് സബ്ജക്റ്റിനെ തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് രണ്ടാമത്തിനെ അതായത് ഓറിന് ശേഷമോ, നോറിന് ശേഷമോ, ആൻഡിന് ശേഷമോ, ബട്ട് ഓൾസോയ്ക്ക് ശേഷമോ വരുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് വേണം തുടർന്ന് വരുന്ന വെർബ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എയ്തർ ഓർ വന്നാലും, നൈദർ നോർ വന്നാലും, ബോത്ത് ആൻഡ് പറഞ്ഞാലും, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചോദിച്ചു കഴിഞ്ഞാലും അത് സെക്കൻഡ് സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഡിസൈഡ് ചെയ്യുന്നു. അപ്പൊ എക്സാമ്പിൾസ് നോക്കാം. എയ്തർ രാജു ഓർ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പം എന്ത് പറയണം? വാസ് ആണോ, ഈസ് ആണോ, ഹാവ് ആണോ, ഡു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം നിങ്ങൾ കറക്റ്റ് ആയിട്ട്? എയ്തർ രാജു ഓർ ഹിസ് ഫ്രണ്ട്സ്, ഒന്നുകിൽ രാജു അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഹാവ് കം എന്നിട്ടുള്ള രീതിയിൽ വേണം പറയാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ അത്രയും കാര്യങ്ങൾ? അപ്പം ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. അടുത്തത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒന്നുകിൽ നമ്മൾക്ക് പിന്നെ നമ്മളുടെ എന്താണ് പറയുന്ന പേര് ക്വസ്റ്റ്യൻ ടാഗിനകത്തൊക്കെ ഈ ഒരു ഫോർമാറ്റൊക്കെ കാണാറുണ്ട് അല്ലേ? അപ്പൊ നോക്കാം, ഈച്ച്, എവരി, എയ്തർ. അപ്പം ഇതും നമ്മൾക്ക് സെന്റൻസ് കറക്ഷനകത്തും നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഡേ ബൈ ഡേ നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യുന്ന റേറ്റ് കൂട്ടാൻ പറ്റുള്ളൂ ഇംഗ്ലീഷിൽ നിന്ന്. അപ്പൊ ഈച്ച്, എവരി, എയ്തർ എന്നിവയുള്ള കൂടെയുള്ള നൗൺ എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. എവരി പ്ലെയർ എന്ന് മാത്രമേ പറയത്തുള്ളൂ. മനസ്സിലാവുന്ന പറഞ്ഞ കാര്യം? അതായത് എവരി പ്ലെയേഴ്സ് എന്ന് പറയത്തില്ല. ഈച്ച് പറഞ്ഞാലും എവരി പറഞ്ഞാലും എയ്തർ പറഞ്ഞാലും എന്തു മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. ഈച്ചിന്റെ കൂടെയോ എവരിയുടെ കൂടെയോ എയ്തറിന്റെ കൂടെയോ വരുന്ന ഇതാണ് നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എപ്പോഴും സിംഗുലർ ആയിരിക്കണം എന്ന് നിയമം ഉണ്ട്. മനസ്സിലായോ പറഞ്ഞ കാര്യം? ഈച്ച് ആയാലും എവരി ആയാലും എയ്തർ ആയാലും അത് സിംഗുലർ ആയിരിക്കണം. അവിടെ സിംഗുലർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനെ തുടർന്ന് വരുന്ന സംഭവം എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. എവരി പ്ലെയർ പ്ലേസ് വെൽ. മനസ്സിലാവുന്നോ പറഞ്ഞ കാര്യം? ഓർ എവരി ഡാൻസർ ഡാൻസസ് വെൽ. അപ്പൊ എവരി എന്ന് പറഞ്ഞതും ഈച്ച് എന്ന് പറയുന്നതും എയ്തർ എന്ന് പറഞ്ഞതും റെപ്രസെന്റ് ഏത് തരത്തിലുള്ള നാമത്തിനെ ആണ്? സിംഗുലർ ആയിട്ടുള്ള നൗണിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതിനെ ഫോളോ ചെയ്തു വരുന്ന വെർബും എന്തു തന്നെ വരണം? സിംഗുലർ തന്നെ വേണം. ഇനിയും നോക്കാം, ഈച്ച് പേരൻസ് ലൈക്സ് ദെയർ ചിൽഡ്രൻ. ഈച്ച് പേരൻസ് അത് ഓരോ രക്ഷിതാക്കളും അവരുടെ കുട്ടികളെ ലൈക്സ് എന്നിട്ടാണ് അവിടെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈച്ച് പേരൻസ് ഈ ചേർത്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ എന്ത് തന്നെയാണ് വരേണ്ടത്? ലൈക്സ് എന്നിട്ടാണ്. നെക്സ്റ്റ്, ഈച്ച് ഓഫ് ചോദിച്ചാലും എവരി ഓഫ് ചോദിച്ചാലും എയ്തർ ഓഫ് ചോദിച്ചാലും നൈദർ ഓഫ്, ഈ പറഞ്ഞിരിക്കുന്ന വാക്കിനോടൊപ്പം എല്ലാം ഓഫ് 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 എന്ന് വിചാരിച്ചു. നമ്മൾ സെയിം സംഭവം തന്നെ. ഈച്ച്, എവരി, എയ്തർ, നൈദർ അങ്ങനെയൊക്കെയുള്ള വാക്കിനോട് ചേർത്താൽ പ്ലൂറൽ നൗൺസ് മാത്രമേ വരത്തുള്ളൂ ആൻഡ് സിംഗുലർ വെർബും. അതൊക്കെയാണ് നമ്മൾക്ക് തെറ്റാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഈച്ച് ഓഫ് എന്ന് പറയുമ്പോൾ ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ്, ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് കണ്ടോ? അതാണ് പ്ലൂറൽ നൗൺ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈച്ച് ഓഫ്, ഇവിടെ നമ്മൾ ഈച്ച് എവരി പറഞ്ഞപ്പം എന്താണ്? പ്ലെയർ എന്നാണ് പറഞ്ഞത്. ഇനി ഓഫ് വന്നപ്പോഴത്തേക്കും ഇവിടെ എന്തായി? പ്ലേയേഴ്സ് എന്ന് പറയണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷെ ഫോളോ ചെയ്യുന്ന കാര്യം ഇസ് ബേസ്ഡ് ഓൺ ഈച്ച് ആണ്. സോ ഇറ്റ്സ് സിംഗുലർ ആണ് വരേണ്ടത്. അപ്പൊ ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് എന്നേ പറയത്തുള്ളൂ. അതിനുശേഷം നമ്മൾ പറയുന്നത് സിംഗുലർ വെർബിലായിരിക്കണം. ഓഫ് വന്നു കഴിഞ്ഞാൽ എന്തു വരണം? തുടർന്ന് വരുന്ന നൗണ്
പ്ലൂറൽ ആവുകയും പ്ലേയേഴ്സ് എന്ന് പറയണം. അതിനുശേഷം വരുന്ന സംഭവം വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബും ആയിരിക്കണം. ഈച്ച് ഓഫ്, എവരി ഓഫ്, എയ്തർ ഓഫ്, നൈദർ ഓഫ് എന്നിവയ്ക്ക് ശേഷം വരേണ്ടത് പ്ലേയേഴ്സ്, ഡാൻസേഴ്സ് അങ്ങനെയുള്ള പ്ലൂറൽ നൗൺസ് വരണം. പ്ലസ് അതിനോടൊപ്പം അതിന്റെ നൗൺ അനുസരിച്ച് നമ്മൾ പോയിട്ട് ചേർക്കാൻ പോകരുത്, സിംഗുലർ വെർബും ആയിരിക്കണം വരുന്നത്. ഇപ്പൊ നൈദർ ഓഫ് ടു ട്രാഫിക് ലൈറ്റ്സ് ഈസ് വർക്കിംഗ് എന്നേ പറയാത്തുള്ളൂ. മനസ്സിലാവുന്നോ പറഞ്ഞ കാര്യം? ഇപ്പൊ നൈദർ ഓഫിന് ശേഷം എന്താണ്? ആ 2 ട്രാഫിക് ലൈറ്റുകളിൽ നൈദർ ഓഫ് ഒന്നും വർക്കിംഗ് അല്ല, ഒന്നും എന്ന് പറഞ്ഞപ്പോൾ ഈസ് വന്നു. നൈദർ ഓഫ് ദ 2 ട്രാഫിക് ലൈറ്റ്സ് വർക്കിംഗ്, ഈസ് വർക്കിംഗ് എന്നേ പറയത്തുള്ളൂ. അപ്പൊ അതിനുശേഷം വരേണ്ടത് സിംഗുലർ ആണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കാം, ഈച്ചിന്റെ ആയാലും എവരിയുടെ ആയാലും എയ്തറിന്റെ ആയാലും ഈച്ച് ഓഫിന്റെ ആയാലും എവരി ഓഫിന്റെ ആയാലും എയ്തർ ഓഫിന്റെ ആയാലും വെർബ് എന്ന് പറഞ്ഞത് ഓൾവേസ് സിംഗുലർ ആണ്. ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ ആകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വെർബിന് നോ ചേഞ്ച് ആണ്. മനസ്സിലായോ? ഈച്ച് ചോദിച്ചാലും എവരി ചോദിച്ചാലും എയ്തർ ചോദിച്ചാലും ഈച്ച് ഓഫ് ചോദിച്ചാലും എവരി ഓഫ് ചോദിച്ചാലും അതിന് ഓഫ് എല്ലാം ഇട്ട് ചോദിച്ചു കഴിഞ്ഞാലും വെർബ് സിംഗുലർ ആണ്. മനസ്സിലാവുന്നോ? അതായത് വെർബിന്റെ കൂടെ എസോ, ഇഎസോ, ഈസോ, വാസോ അങ്ങനെയൊക്കെയുള്ള ഫോമേ വരത്തുള്ളൂ. പക്ഷെ ഓഫ് വന്നു കഴിഞ്ഞാൽ നൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലേയേഴ്സ്, പിന്നെ ലൈറ്റ്സ്, അങ്ങനെ ആ നൗണ് പ്ലൂറൽ ആയിരിക്കും. അത്രയും കാര്യം നമ്മൾ അവിടെ ഓർത്തേച്ചാൽ മതി. ഇനി അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് എ നമ്പർ ഓഫ്. ഇനി അടുത്തത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എ നമ്പർ ഓഫും എ സ്മോൾ നമ്പർ ഓഫും എ ഗുഡ് നമ്പർ ഓഫും എ ഗ്രേറ്റ് നമ്പർ ഓഫും എ ലാർജ് നമ്പർ ഓഫ്. ഇവിടെ എല്ലാം നമ്മൾക്ക് കോമൺലി എന്ത് കാണാൻ പറ്റുന്നുണ്ട്? എ എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റുന്നുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എന്ത് ഉണ്ട്? പ്ലൂറൽ നൗൺ. ഓഫ് വന്നപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ മുമ്പേ പ്ലൂറൽ ഇല്ലായിരുന്നു. അപ്പൊ ഓഫ് വരുമ്പം തൊട്ടടുത്ത് എന്ത് വേണം? പ്ലൂറൽ നൗൺസ് വേണം. അപ്പം എന്തു വേണം? പ്ലൂറൽ വെർബും വേണം. എ നമ്പർ ഓഫ്, എ സ്മോൾ നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ് എല്ലാത്തിൻ്റെയും കൂടെ പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എ നമ്പർ ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ഹിയർ. എ നമ്പർ ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ഹിയർ. അടുത്ത് നോക്കിയേ, എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഹാവ് ജോയിൻഡ്. എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഹാവ് ജോയിൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? മെമ്പേഴ്സും അവിടെ പ്ലൂറൽ ആണ്, പീപ്പിളും അവിടെ പ്ലൂറൽ ആണ്. അപ്പൊ അവിടെ എല്ലാം എന്ത് വരണം? പ്ലൂറൽ ആയിട്ടുള്ള വെർബ് വരണം. എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ് ഉണ്ട് എങ്കിൽ അപ്പം എന്തൊക്കെ നമ്മൾ നോക്കണം? എ ഉണ്ടോ, നമ്പർ ഓഫ് ആയിക്കോട്ടെ, സ്മോൾ നമ്പർ ഓഫ് ആയിക്കോട്ടെ, ഗുഡ് ആയിക്കോട്ടെ, ഗ്രേറ്റ് ആയിക്കോട്ടെ, ലാർജ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഓഫ് വരുവാണെങ്കിൽ നമ്മൾ എന്തു പറയണം? പ്ലൂറൽ. ഇപ്പൊ ഓഫ് ഉണ്ടെങ്കിൽ കണ്ണു കാണിച്ച് നമുക്ക് എന്തെങ്കിലും എഴുതാം? പ്ലൂറൽ നൗൺ വേണം. എ ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? വെർബ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലൂറൽ ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഇനി അടുത്ത ഒരു കേസാണ് വെറൈറ്റി കേസ്, PYQ ആണ്. ദ നമ്പർ ഓഫ്, അതായത് നമ്മൾക്ക് എ ഒന്ന് മാറ്റി ഇറ്റ്സ് റീപ്ലേസ്ഡ് ബൈ ദ ലെറ്റർ ദി ആണെങ്കിൽ എന്താണ് വരേണ്ടത്? പ്ലൂറൽ ആണ്. ഓഫ് ഉള്ളത് കൊണ്ട് അവിടുത്തെ കണ്ടീഷൻ കറക്റ്റ് ആണ്. ഓഫ് ഉള്ളത് കൊണ്ട് ആ കണ്ടീഷൻ കറക്റ്റ് ആണ്. മനസ്സിലാവുന്ന പറഞ്ഞത്? ഇനി അതിന്റെ സിംഗുലർ വെർബും ആണ് വരേണ്ടത്. അപ്പം നോക്കണം, ദി ആണെങ്കിൽ എന്തു വരണം? സിംഗുലർ വെർബ് വരണം. ദി നമ്പർ ഓഫ് ആണ്. ഓഫ് ഉള്ളതുകൊണ്ട് നമ്മൾ പ്ലൂറൽ നൗൺ കൊടുത്തു പ്ലസ് സിംഗുലർ വെർബ്. മറ്റേതിനകത്തെല്ലാം പ്ലൂറൽ വെർബ്. ഇതിന്റെ എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഒക്കത്തുള്ളൂ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദ നമ്പർ ഓഫ് റെഫ്യൂജീസ്. ഓഫിന് ശേഷം വന്നു നൗൺ റെഫ്യൂജീസ് ആണ്. റെഫ്യൂജീസ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലൂറൽ ആയിട്ടുള്ള സംഭവം അവിടെ വന്നു ആണല്ലോ. അതിനുശേഷം വന്ന വെർബ് എന്താണ്? സിംഗുലർ ആയിട്ടുള്ള വെർബ്. ദ നമ്പർ ഓഫ് റെഫ്യൂജീസ് എന്നത് പ്ലൂറൽ വന്നു. പക്ഷെ ദി ആയതുകൊണ്ട് എന്താണ് വരേണ്ടത്? ഹാസ് ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സിംഗുലർ ആയിട്ടുള്ള വെർബാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. മെനി എ എന്ന് പറഞ്ഞാലും മോർ ദാൻ വൺ എന്നു പറഞ്ഞു കഴിഞ്ഞാലും സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മെനി എ എന്ന് ചോദിച്ചാലും മോർ ദാൻ വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എ ആയതുകൊണ്ട് എല്ലാം ഒന്ന് സിംഗുലർ ആക്കി കൊടുക്കുക. മോർ ദാൻ വൺ അവിടെ രണ്ടിടത്തും എന്തുണ്ട്? ഒന്നുകിൽ എ ഉണ്ട് അല്ലെങ്കിൽ വൺ ഉണ്ട്. രണ്ടിന്റെയും കൂടെ സിംഗുലർ നൗൺ ചേർത്തോണം. അപ്പൊ മെനി എ സിംഗർ സിങ്സ് വെൽ. മെനി എ സിംഗർ സിങ്സ് വെൽ.
അതായത് നമ്മൾ മെനി കണ്ടിട്ട് ചാടി കയറി ഒത്തിരി ഉണ്ട് എന്ന് വിചാരിക്കരുത്. മെനി എ സിംഗർ സിങ്സ് വെൽ, ഒരു സിംഗർ നന്നായിട്ട് പാട്ട് പാടി. മോർ ദാൻ വൺ ബുക്ക് ഈസ് മിസ്സിംഗ്, അപ്പം അവിടെ എന്താണ്, വൺ ബുക്കിനാണ് ഇമ്പോർട്ടൻസ്. സോ ഈസ് മിസ്സിംഗ്, മോറിനല്ല ഇമ്പോർട്ടൻസ്, വൺ ബുക്ക്. ഇനി മെനി മാത്രമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ മോർ ദാൻ മാത്രമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ രണ്ടും നമ്മളൊന്ന് പ്ലൂറൽ ആക്കിയണം. മെനി എന്ന് പറഞ്ഞാൽ തന്നെ പ്ലൂറലാണ്, മോർ ദാൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്ലൂറലാണ്. അപ്പൊ രണ്ടും പ്ലൂറലാണ്. മനസ്സിലാവുന്നോ പറഞ്ഞ കാര്യം? അപ്പൊ ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾസ് കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത തെറ്റുകളൊക്കെ ക്ലിയർ ആക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. തിയറി മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. മെനി എ, മോർ ദാൻ വൺ. അപ്പൊ ഇത് റൂളൊക്കെ നിങ്ങൾ ബുക്കിനകത്ത് എഴുതി വെച്ചേക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എയോ വണ്ണോ വരുവാണെങ്കിൽ സിംഗുലർ ആയിരിക്കണം ഓൾ. ഇനി മെനി ചോദിച്ചാലും മോർ ദാൻ ചോദിച്ചാലും എല്ലാം എന്തു തന്നെയാണ്, പ്ലൂറൽ ആണ്. മെനി ബുക്സ്, മെനിയുടെ കൂടെ ബുക്സേ ചേരത്തുള്ളൂ, അല്ല സോറി പ്ലൂറലേ ചേരത്തുള്ളൂ. അതിന്റെ കൂടെ പ്ലൂറൽ ആയിട്ടുള്ള വെർബേ ചേരൂ. അതുകൊണ്ടാണ് ഹാവ് വന്നത്. മെനിയുടെ കൂടെ ബുക്ക് ചേരത്തില്ല. മെനി ബുക്ക് ഹാസ് റിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരം ശരിയാണോ, സെന്റൻസ് കറക്ഷനകത്ത് നമുക്ക് വരാം. അപ്പം എന്ത് എഴുതണം, മെനിയുടെ കൂടെ നമ്മൾ ആലോചിക്കണം. എ ഒന്നും വന്നിട്ടില്ല, സോ ബുക്കാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് എഴുതണം, ഹാസ് റിട്ടൺ എന്ന് എഴുതണം. അത് നോക്കിയേ, മോർ ദാൻ 100 പീപ്പിൾ, അതിനുശേഷം എന്താണ്, പീപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലൂറൽ അവിടെ വന്നു. സോ ഹാവ് ബീൻ അറസ്റ്റഡ്, 100 പീപ്പിൾ ഹാവ് ബീൻ അറസ്റ്റഡ്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. മെനി ആണെങ്കിലും മോർ ദാൻ ആണെങ്കിലും അതിനുശേഷം വരേണ്ടത് പ്ലൂറൽ ആയിട്ടുള്ള നൗണും പ്ലൂറൽ ആയിട്ടുള്ള വെർബും ആണ്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് ചെയ്യുക. കാര്യം ഇത്രയും ഈ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് പഠിച്ചെടുത്താൽ തന്നെ നല്ല ഒരു രീതിയിലുള്ള പിന്നെ ഗ്രാമർ ടോപ്പിക്സ് കവർ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ, നല്ല രീതിയിലുള്ള പ്രാക്ടീസസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ഇത്രയും റൂൾസ് പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. റൂൾസിനെ നമ്മൾക്ക് കറക്റ്റായിട്ട് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചതുകൊണ്ട് പ്രയോജനം ഉണ്ടാവത്തുള്ളൂ. സോ നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെ എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ശരി, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, ബൈ, താങ്ക് യു.